വലിയൊരു രസം കേൾക്കണം മനുഷ്യന്മാരെ. ആനത്തലയോളം വലിപ്പുള്ള ഒരു ചോദ്യമായിട്ട് വന്നത് മണ്ണാർക്കാട് മേഖല SKSSF പ്രസിഡന്റാന്നും പറഞ്ഞ റഫീഖ് ഫൈസി ആർക്കെതിരെ? ഉസ്താദ് അബ്ദുൽ സമദ് സാഹിബ് പൂക്കോട്ടൂരിനെതിരെ. അതിന് മൂല അടുപ്പിച്ച് കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ പോവാ. വല്ല പോരായുണ്ടെങ്കിൽ റഫീഖ് ഫൈസി ഒന്ന് വാട്സപ്പ് പറയണം ദയവ് ചെയ്തിട്ട്. രണ്ടാം വട്ടം തരുന്നത് യാതൊരു മറുപടി മടിയില്ല, പള്ളർച്ച മറുപടി. രണ്ടാം വട്ടം ആണെങ്കിൽ രണ്ടാം വട്ടം തരുന്നുണ്ട്. ഇത് ഒരു പോരായി മറുപടിയിൽ ഉണ്ടാവില്ല. പക്ഷെ അതിലേക്ക് പോണതിന് മുമ്പ് രണ്ടർത്ഥനം പറയുന്ന നിർബന്ധം, എന്നാലേ മറുപടിക്ക് പൂർണ്ണത ഇട്ടുള്ളൂ. എന്താണെന്നറിയോ? റഫീഖ് ഫൈസി ഒരേ സമയം സമദ് സാഹിബിനെ, ഏത് സമദ് സാഹിബ്? ഈ റഫീഖ് ഫൈസി ഒക്കെ ഒരുപക്ഷെ ജനിക്കണതിന് മുന്നേ അല്ലെങ്കിൽ മുട്ടുത്തി നടക്കുന്നതിന് മുന്നേ SKSSF വേണ്ടി പണിയെടുക്കാൻ തുടങ്ങിയ ആളാ സമദ് സാഹിബ് പൂക്കോട്ടൂര്. അതേപോലെ ഇപ്പൊ പലരും പറയുന്നത് ശംസുലുലമന്റെ ബന്ധം, ആ ശംസുലുലമന്റെ ഒക്കെ ബന്ധം, ശംസുലുലമന്റെ എന്താ പറയാ ആശീർവാദം, ആ ആശീർവാദമൊക്കെ ഉണ്ടല്ലോ, യാഥാർത്ഥ്യത്തിന്റെ പ്രതലത്തിൽ നിന്നിട്ട് മഹാന്മാരിൽ മഹാനായ മർഹൂം ശംസുലുലമന്റെ ആശീർവാദമൊക്കെ എമ്പാടും പള്ളർച്ചും കിട്ടിയ ഒരാളാ സമദ് സാഹിബ് പൂക്കോട്ടൂര്. ചോദിച്ചു നോക്കണ്ടേ അമ്പലക്കടവിനോട്, ചോദിച്ചു നോക്കണ്ടേ? ആ മഹാന്റെ പാതടികളിൽ ഇങ്ങനെ കുത്തിർന്നിട്ടേ, ആ കാലിന്റെ ചോട്ട് ഇങ്ങനെ കുത്തിർന്നിട്ട് സമദ് സാഹിബ് ഇങ്ങനെ വായിച്ചു കൊടുക്കും, പത്രം വാർത്തകളും ഒക്കെ ചർച്ച ചെയ്യാ രണ്ടാളും കുത്തിർന്നിട്ട്. എന്നിട്ട് പ്രസംഗിക്കണേനും എല്ലാ നിലക്കും സംഘടനയുടെ രീതിശാസ്ത്രം ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് പഠിപ്പിച്ചിട്ട് എല്ലാ നിലക്കുള്ള ആശീർവാദം കൊടുത്തത് ശംസുലുലമ മഹാനവർകള്. ആ ശംസുലുലമ ആശീർവാദം കൊടുത്ത ആളാ സമദ് സാഹിബ് പൂക്കോട്ടൂര്. ശിഹാബ് തങ്ങളെ പോലെ വിജുഗീഷുകൾ ആശീർവാദം കൊടുത്ത ആളാ സമദ് സാഹിബ്. ഇനി പഠിക്കണമെങ്കിൽ ഇപ്പം വിവാദ നായകനായ അസ്കർ അലി ഫൈസിനോടൊന്നും ചോദിച്ചു നോക്കണ്ടി സമദ് സാഹിബിനെ പറ്റിയിട്ട്. പാപ്പാട്ടിങ്കൽ മഹലിലെ അസ്കർ അലി ഫൈസി പണിയെടുത്തിനെ, മുദരിസായിട്ട് നിന്നേ. അതേതാ മഹല്ല് അറിയോ? സമദ് സാഹിബ് ഉൾക്കൊള്ളുന്ന സമദ് സാഹിബിന്റെ മഹല്ല്. ആ മഹലിലുള്ള ആള് സമദ് സാഹിബ്. ഓല് നമ്മള് നല്ല ബന്ധുവാ. ഒന്ന് ചോദിച്ചു നോക്കണ്ടി. സത്യം പറയാൻ മൂപ്പർക്ക് കഴിവുണ്ടെങ്കിൽ മൂപ്പര് 100% പറയും. ഇന്ന് കാണണേ വലിയ വലിയ തലകെട്ടുകാരില്ല, വലിയ തലകെട്ടുകാര്, ആ പെരുന്തലകെട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ തലകെട്ടുകാരില് വലിയ സൂക്ഷ്മത ജീവിതത്തിൽ പറയാറുള്ള സംഭവം ഉണ്ടല്ലോ, അത് ജീവിതത്തിൽ പരമാവധി പാലിക്കുന്ന മനുഷ്യനാ സമദ് സാഹിബ്. അത് അവിടെ ജോലി ചെയ്ത ആളോട് ചോദിച്ചു നോക്കണ്ടി. ഈ പൂക്കോട്ടൂര് അമ്മക്കുള്ള ചങ്ങായിമാരുണ്ട് പലരും, ഓല് പറഞ്ഞതാണ് സമദ് സാഹിബിനെ പറ്റിയിട്ട് നമുക്കുള്ള അനുഭവം. ജീവിതത്തിൽ മതനിഷ്ഠകൾ പാലിക്കാൻ, അതിന്റെ പരമാവധി സാധ്യതയുടെ പരമാവധി മതനിഷ്ഠകൾ പാലിക്കുന്ന ആളാണ്. പ്രസംഗം മാത്രല്ല, പ്രവർത്തനത്തിലുണ്ട്. ഞാൻ അല്ലാത്തന്നെ ഏതൊക്കെ ഭാഗ്യമുണ്ട്. ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഈ വാഗ്ധോരണയായിട്ട് ഐക്യരാഷ്ട്രസഭയിൽ പോലല്ലല്ലോ ഭാഗ്യം, കണ്ടല്ലേ? ആ ഒരു പേരില്, ആ ഒരു വാഗ്ധോരണിന്റെ പേരില് എവിടെ എത്തിയറിയോ? ഞാൻ പറഞ്ഞല്ലോ, ഈ റഫീഖ് ഫൈസിയൊക്കെ മുട്ടുത്തുന്നതിന്റെ മുന്നേ തുടങ്ങി സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടിയിട്ട് പണിയെടുക്കല്. ആ സമസ്തന്റെ എന്താ പറയാ നിലപാടുകളുടെ വെണ്മ പറയാൻ, അതിന്റെ കൃത്യത പറയാൻ, പഠിപ്പിക്കാൻ സമദ് സാഹിബിനോളം പറ്റിയ ഒരാള് ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ടോ? നാട്ടികസ്ഥാന് ശേഷം ഉണ്ടോ? കഴിഞ്ഞു പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ മുഖ്യപ്രഭാഷകനാക്കൂലേ? ഉണ്ടെങ്കിൽ മുഖ്യപ്രഭാഷകനാക്കും. ആ മഹാസമ്മേളനങ്ങൾ, ലക്ഷോപലക്ഷങ്ങൾ കൂടുന്ന മഹാസമ്മേളനങ്ങളില്, സുപ്രധാന വേദികളില് എന്തേ സമദ് സാഹിബ് പൂക്കോട്ടൂര് മുഖ്യ പ്രഭാഷകനായി വരുന്നു? അതിന്റെ അർത്ഥം തന്നെയാണ് ഇക്കണ്ട ലക്ഷോപലക്ഷം അനുയായികൾ, സമസ്തന്റെ അനുയായികള്, സമസ്തന്റെ നിലപാടിന്റെ വ്യക്തതയും അതിന്റെ ആദർശ ദൃഢതയും അത് കേട്ട് പഠിച്ചത് ആ വാഗ്ധോരണിയിൽ നിന്നാണ്. അതിനുള്ള ഭാഗ്യം കൊടുത്ത ആളാ. ഉലമാക്കൾ വരെ, മഹാജ്ഞാനികൾ വരെ, മഹാമഹത്തുക്കൾ വരെ സമദ് സാഹിബിന്റെ വാക്കുകൾ കേട്ട് സാഗൂതം കേട്ട് നിൽക്കണ എത്ര കണ്ടു. അതാ സമദ് സാഹിബ് ജനങ്ങളെ പിടിച്ചിരുത്തുന്ന അവസാന വാക്കായിട്ട്, സമസ്തന്റെ ശബ്ദമായിട്ട് വേദികളില്. പിന്നെ നേരത്തെ പറഞ്ഞ ഐക്യരാഷ്ട്രസഭയിൽ പോലല്ല, അതിന്റെ അപ്പുറത്ത് പോവാന്ന് പറഞ്ഞ സംഭവമുണ്ട്. ആ ഒരു വാഗ്ധോരണി കാരണം എന്താ? ഇന്നലെ പരിപാടി നടക്കുമ്പോൾ ഞാൻ രാവിലെ ശ്രദ്ധിച്ചു, വാട്സപ്പിലുണ്ട് വരുന്നു, കണ്ണൂർ ജില്ലയിൽ ഒരു ഹജ്ജിന്റെ ക്ലാസ് എടുത്തുകൊടുക്കുക മഹാനവർകള്. എന്നിട്ടോ ആ പുണ്യഭൂമികളിലെ ഒരു 10-25 പ്രാവശ്യം ഹജ്ജിന് പോകാനും 25 പ്രാവശ്യമൊക്കെ ആയിട്ടുണ്ടാവും സുമാറ് പറയാൻ ഞാൻ എന്റെ ഒരു ഓർമ്മ വെച്ചിട്ട്. നമ്മളൊക്കെ സൗദിയിലുള്ള കാലത്തുണ്ട്.
ഒരു ഭാഗ്യം കിട്ടുക. അറ്റാക്ക് ഏൽപ്പിച്ചു SYSന്റെ ഗ്രൂപ്പിൽ. എന്നിട്ട് എന്ത് ചെയ്തു? ലോകത്തെ അത്യുന്നതങ്ങളായ ബഗ്ദാദ് അടക്കമുള്ള സ്ഥലങ്ങളിലുള്ള വലിയ 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 മസാറുകളിൽ, ഹൗസുല്ലാമിന്റെയും മറ്റുള്ള മഹത്തുക്കളൊക്കെ മസാറുകളിൽ, ഇമാമികളെ മസാറുകളിൽ ഇവിടൊക്കെ പോവാനുള്ള മഹാഭാഗ്യം ഒരു മനുഷ്യന് നിരന്തരം പോവാനുള്ള. മറ്റു ഗ്രൂപ്പുകളിലൊക്കെ ആണെങ്കിൽ ഉമ്മണി പൈസ തോനെ കിട്ടും, ഇരട്ടിന്റെ ഇരട്ടി കിട്ടും. എന്നിട്ടും അറ്റാക്കാനോടുള്ള ഒരു നമ്മളെ പ്രസ്ഥാനത്തിനുള്ള ബന്ധം, അറ്റാക്ക് ഏൽപ്പിച്ച അതിന്റെ ഒരു മഹത്വം. എന്നിട്ട് നമ്മളെ ഗ്രൂപ്പിന് വേണ്ടി പോവാ. അതാ സമദ് സാഹിബ് പൂക്കോട്ടൂര്, അറിയോ? അങ്ങനത്തെ ഒരു മനുഷ്യനെ ഏഴാങ്കൂലി എന്ന് വിളിച്ചിട്ട് കളിയാക്കിയിട്ടാണ് ഈ ചെള്ള് റഫീഖ് ഫൈസി എന്ന നെറികെട്ടവൻ, ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുള്ളൂ, പിച്ചങ്ങനെ. മറുപടി വേറെ പറയണ്ടേ, വേറെ തന്നെ അമ്പലക്കടവിന്റെ ക്ലിപ്പ് എടുക്കട്ടെ ഞാൻ പറഞ്ഞു. ഏഴാങ്കൂലിയും സമദ് സാഹിബിനെ കളിയാക്കിയിട്ടാണ് മണ്ണാർക്കാട് മേഖല SKSFന്റെ പ്രസിഡന്റാണല്ലോ. അപ്പം മറുപടി പ്രതീക്ഷിക്കണം സമദ് സാഹിബിന്റെ. ഒന്ന് പോടച്ചങ്ങായോടുന്ന് അനക്ക് മറുപടി പറയാ ആ മനുഷ്യൻ. അന്നെ പോലത്തെ ചായച്ചൊള്ളിലേക്ക് മൂപ്പർക്ക് വേറെ പണില്ലേ? സാധിക്കുമോ പറഞ്ഞ മാതിരി സാധിക്കരുത് നിങ്ങൾ വേറെ പണി ചങ്ങായെ. ഇവിടുത്തെ ഉമറാക്കള് നാട്ടിലെ സംരംഭങ്ങളും ദീനി സംരംഭങ്ങളും സ്ഥാപനങ്ങളൊക്കെ കൊണ്ടുനടക്കണ മഹാഭൂരിഭാഗം വരുന്ന ആളുകൾ ഇപ്പോഴും സമദ് സാഹിബിനെ വിളിച്ചുകൊണ്ടിരിക്കണത്. നിങ്ങളൊക്കെ എന്ത് ചാപ്പ കുത്തിയാലും ഒന്ന് പഠിച്ചു നോക്കണ്ടി. നിങ്ങൾക്ക് അന്നത്തിനുള്ള വകുപ്പ് ആദർശ അമാനത്താണ്, അട്ടത്താണ് എന്നാണ് നിങ്ങൾ ഉണ്ടാക്കിയ ഞാൻ വരെ. ഇതല്ല, ഇത് വിളിക്കുക, കണ്ടറിഞ്ഞ് വിളിക്കുക. ഇന്നായാലും ഇന്നലെ ആയാലും നാളെ ആയാലും ഒക്കെ ഒന്ന് അന്വേഷിച്ചു നോക്കി. അങ്ങനത്തെ സമദ് സാഹിബ് ഇവന് മറുപടി അറിയണമല്ലോ. ഇനിയിപ്പോ ചോദിച്ച ചോദ്യം എന്തെങ്കിലും അയിമക്ക് വരാം, എന്നിട്ട് പറഞ്ഞാൽ കുറച്ച് കയറി പോകും. അത് ഏറെ എന്നാല് അസ്കർ അലി ബൈസിനോട് ചോദിച്ചു നോക്കണ്ടേ, ആ നാട്ടിൽ ജോലി എടുത്ത ആളാ. എല്ലാ നിലക്കും സമദ് സാഹിബിന്റെ വ്യക്തിത്വം മറ്റൊന്ന് കിതാബ് പഠിക്കാറുള്ള പരിപാടി ഉണ്ടല്ലോ. വലിയ വലിയ തലകെട്ടാരൊക്കെ ആ ദർശനാണ്ട് പോയാൽ പിന്നെ അള്ളുവായിട്ട് തിരിച്ചു മറിച്ച് കളിച്ചിട്ട് ആ പരിപാടിയുള്ള സമദ് സാഹിബിന് പലരും കേട്ടോ, എല്ലാരും അല്ല, പലരും അങ്ങനെ. സമദ് സാഹിബ് അങ്ങനല്ല, നിത്യം ഈ ഇൽമുമായിട്ട് ബന്ധപ്പെടുന്ന ആളാ. അങ്ങനെയാണ് മൂപ്പര ലോകം. നിക്കണ്ട കാലിക വിഷയങ്ങളാട്ടെ, അത് മദ്രസക്കെതിരെയുള്ള നീക്കാട്ടെ, വഖഫിന്റെ വിഷയമാട്ടെ, ഇതൊക്കെ ഇത്ര മട്ടം പോലെ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാം. ഈ ഷജറയുടെ കൂട്ടത്തിലൊക്കെ അതിന്റെ ഒരു മൂലക്കൊക്കെ വെക്കാൻ പറ്റിയ ഏതും ചങ്ങന്മാരുടെ കൈ. ഇതൊരു വെറുതെ വർത്തമാനം പറഞ്ഞുതരാം. സമദ് സാഹിബിനെതിരെ ഇക്കോളത്തിൽ സമുദായത്തിനും വേണ്ടി പണിയെടുക്കുന്ന, ഉമ്മത്തിനും വേണ്ടി പണിയെടുക്കുക, ഏറ്റവും ഉമ്മത്തിന് സംസാരിക്കാനുള്ള കാര്യം ഏറ്റവും മട്ടത്തിൽ സമൂഹത്തെ ത്വര്യപ്പെടുത്തുന്ന ആ മനുഷ്യനൊക്കെ ഈ ചായച്ചളിലേക്ക് മറുപടി പറയാൻ പറ്റാറുണ്ട്. ഒന്ന് പോച്ചങ്ങായിരുന്നു. അല്ല പിന്നെ എന്നാ മറുപടി പിടിച്ചോ, മറുപടി കമ്മി വേണ്ട. അമ്പലക്കടവിന്റെ ക്ലിപ്പ് സഹിത മറുപടി. വലിയ ചോദ്യം എന്താരോ, ഈ റഫീഖ് ഫൈസി ഉന്നയിച്ച ആനത്തലയോളം പറ്റുള്ള ചോദ്യം എന്താരോ പട്ടത്തിലുള്ള, അതായത് ഈ പെരിന്തൽമണ്ണ വേദി കെട്ടിയ ആളുകൾക്കെതിരെ സമദ് സാഹിബ് പറഞ്ഞല്ലോ. സമദ് സാഹിബ് പറയാണെന്ത്, നിങ്ങൾക്ക് എന്നാലും പരാതി, സമസ്തക്ക് പരാതി കൊടുക്കല്ലേ വേണ്ടി, നിങ്ങൾ പരാതി കൊടുക്കല്ലേ വേണ്ടി എന്ന് ചോദിക്കണം സമദ് സാഹിബിനോട്. റഫീഖ് ഫൈസി വലിയ ചോദ്യമാക്കി തിരിച്ചു ചോദിക്കുക, എന്നാ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തെറ്റിനെ തെറ്റുകൊണ്ടാണോ നേരിടേണ്ടത്? നിങ്ങൾക്ക് സമസ്തക്ക് പരാതി കൊടുക്കല്ലേ, നിങ്ങൾ ചെയ്യേണ്ടേ? ആയി 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 ഇത് സജറകൾ വിചാരിച്ചത് ഐറ്റക്ക് ഞാൻ പറഞ്ഞ മാതിരി കോഴിക്കുട്ടിയൊക്കെ കേൾക്കുന്ന കിട്ടിയാൽ എന്തേലും ക്ലിപ്പ് കിട്ടിയാൽ മതി. ഇത് വലിയ ചിന്തിക്കാൻ ബുദ്ധിയില്ല, മറുവശം ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല ഐറ്റക്ക്. അപ്പൊ ഏറ്റവും വലിയ സംഗതിയായിട്ട് ഇങ്ങനെ കൊണ്ടാടും. എന്നാ എന്തായാലുള്ള മറുപടി? പൊന്നാര റഫീഖ് ഫൈസി ഈ പെരിന്തൽമണ്ണ കാട്ടിയ എന്താരോ, പരസ്യമായിട്ട് ജനങ്ങളെ, ജാമ്യക്കെതിരെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാന്നുള്ള പണി എടുത്തു കഴിഞ്ഞു. അതിന് സമസ്തക്ക് കത്തുകൊടുത്തിട്ട് വരില്ല, അതിന് സ്റ്റേജ് തന്നെ കെട്ടണം. ജനങ്ങളെ തെറ്റിദ്ധാരണ മാറ്റാൻ സമസ്തക്ക് കത്ത് കൊടുത്താൽ സമസ്തയിലുള്ള ആളുകളുടെ തെറ്റിദ്ധാരണ മാറ്റുള്ളൂ. ഇനി അഥവാ വിശദമായിട്ട് എഴുതിയാൽ തന്നെ ജനങ്ങളുടെ ഒന്നും പൊതുവേദിയിലും മൈക്ക് കെട്ടി അത് നെറ്റിലും അപ്ലോഡ് ചെയ്താൽ അതിനെതിരെ മറുപടി പള്ളർച്ച് പറയണം. അത് ജാമ്യ ഔദ്യോഗികമായിട്ട് വെച്ച പരിപാടിയാണ്, ഞഞ്ഞാഴിഞ്ഞ പരിപാടിയില്ല. നിങ്ങളെ മാതിരി കാക്കക്കൂട്ട് പോയി കുയില് വിട്ടിട്ട് വന്നല്ലത്. അസ്കർ വയസ്സിലെ ശിഷ്യന്മാരെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ OPR സർപ്പിനും പിന്നെ മുണ്ടപ്പാറക്കും മറ്റേ എന്താ പറയാ സത്താറിനും അമ്പലക്കടവിനും ഒക്കെ കുറെ കരഞ്ഞു തീർക്കണ്ടേ ഇതൊക്കാമ്പം. അതിനും വേണ്ടിട്ട് പോന്നാ അമ്പലക്കടവ് എന്താ പറഞ്ഞിട്ടുള്ളത് ജി റഫീഖ് ഫൈസിയോ? ഇതിന്റെ മറുപടി ഇതാണ്. ഇത് ജാമ്യക്കെതിരെ ഇവര് പരിപാടി വെച്ച് കഴിഞ്ഞു, പിന്നെ അതിന്റെ മറുപടി സമസ്തക്ക് കത്തുകൊടുക്കലല്ല, പരസ്യമായിട്ട് വെച്ചാൽ പിന്നെ പരസ്യമായിട്ട് പറയില്ല, എന്നാലും ജനങ്ങളെ തെറ്റുകാരനെ മാറുള്ളേങ്ങായി. ഇത് ചിന്തിക്കാൻ പോലും കഴിവില്ലാത്ത മേഖലാ എക്സ്പ്രസിന്റെ സെക്രട്ടറി ആയിരുന്ന എത്താ കഥ. അത് കുറെ കീടങ്ങൾ വളർന്നു വരാനുള്ള പദ്ധതി നമ്മളെ പ്രസ്ഥാനത്തിൽ. അത് ആലോചിക്കുമ്പോഴാ അവിടെ ഒരു കാക്കുനി
ഇങ്ങനെ കുറെ എണ്ണുണ്ട്. ഒരു യാതൊരു ചിന്തിക്കാൻ പറ്റില്ല, ഒരു മറുവശാലേക്കുള്ള ബുദ്ധിയില്ല. പരസ്യമായിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാൽ ഇപ്പൊ റഫീഖ് ഫൈസിക്ക് കുട്ടികളുണ്ടെങ്കിൽ കുട്ടിയോട് പറയാ ചീച്ചി അത്തരുതെന്ന് പറയാ, ഉടുപ്പിലാവും ഡൈനിങ് ഹാളിലാവും എന്നൊക്കെ പറയാ. ഉമ്മാനോട് പറയട്ടോ, ഉമ്മച്ചിനോട് പറയട്ടോ. ഉമ്മച്ചിനോട് പറഞ്ഞ് എന്നിട്ട് പിന്നെയും കുട്ടി അവിടെ ആക്കിയാൽ പിന്നെ റഫീഖ് ഫൈസിന്റെ കെട്ടിയോട് പോയാൽ വൃത്തിയാക്കേണ്ടിയല്ലോ മിനിമം. അങ്ങനെ എന്തിച്ചാ പോരെ? അവിടെ പിന്നെ വേറെ പരാതി കൊടുത്തിട്ടുണ്ടോ? വല്യമാനോട് പോയി പറഞ്ഞിട്ടുണ്ടോ? ആ വൃത്തിയാക്കേണ്ടി വരും. യാതൊരു ചിന്തിക്കാൻ ബുദ്ധിയില്ല. മറുപടി പറഞ്ഞു ആദർശവേദിയിൽ ഓല് ആദർശവേദി പറഞ്ഞ് കെട്ടി. അങ്ങനെ തന്നെ ജാമ്യന്റെ മുറ്റത്തേക്ക് വിളിച്ചു. ജനാവട്ടെ എല്ലാ നിരക്കുള്ള കുപ്രചരണങ്ങളും അതിജീവിച്ചുകൊണ്ട് ജനങ്ങള് എന്താ പറയാ വൻ പ്രവാഹമായിട്ട് ഒഴുകിയെത്തി. പള്ളർച്ചും പറഞ്ഞു, ഈ നീക്കങ്ങൾക്കെതിരെ പള്ളർച്ചും പറഞ്ഞു. അതുപോരെ, എന്നിട്ട് ആ വിശദീകരണം അനിവാര്യമായി വരുന്ന അത് അങ്ങനെയാണ് എന്ന് ചിന്തിക്കാൻ പോലും കഴിവില്ലാത്ത ഒരാള് വലിയ ചോദ്യം സമസാഹിബിന്റെ മറുപടി പ്രതീക്ഷിക്കുക. പിന്നെ എന്തൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതായത് അമ്പലക്കടവിന്റെ ക്ലിപ്പ് ഇടുന്നതിന് മുമ്പ് പറഞ്ഞില്ല, പിന്നെ PMS സലാം പറഞ്ഞിട്ട് മറുപടി പറഞ്ഞില്ലല്ലോ. എന്റെ മോ, അതിനെക്കാട് പറഞ്ഞാൽ കുറച്ച് കയറും. PMS സലാം ഇതപ്പൊ അസ്കർ അലി ഫൈസി ഞാൻ ഉദ്ദേശിച്ച് ഇന്നാളല്ല അറിഞ്ഞു വന്നല്ലോ, പാലക്കാട്ടെ ഞങ്ങളല്ല അറിഞ്ഞാണ്ട്. PMS സലാം പറഞ്ഞപ്പോ നിങ്ങൾ കേട്ടോടി, നിങ്ങളാണ് ചാപ്പത്തല്ലെന്നാ ഞങ്ങളോട് അങ്ങനെ ചോദിച്ചൂടെ? ഇനി പോരെങ്കിൽ ജിഫ്രി നിങ്ങൾ തന്നെ മറുപടി അറിഞ്ഞില്ലേ? നിങ്ങൾ മതിയായി പറയാൻ നിൽക്കണ്. നിങ്ങൾ മറുപടി അറിയാത്ത ഒന്നുണ്ട്, ഒന്നല്ല ഒരുപാടുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോ സമയാണ് പോകും. ഈ ജിഫിരിത്തങ്ങളെ കാലം കഴിഞ്ഞാൽ പിന്നെ സമസ്ത വഹാബികളെ പിടിയില്ല എന്ന് പറഞ്ഞിട്ട് അതിന് പോലും മറുപടി പറയാൻ ഈ ആദർശം എന്ന് പറഞ്ഞിട്ട് കണ്ണുരുക്കി എടുക്കണ കുന്നുംകുളം മൗലവിയോ ഇനിയിപ്പൊ ഈ അമ്പലക്കടവോ ഈ സത്താർ അബൽക്കാർക്കും കഴിഞ്ഞോ? ജിഫ്രിത്തങ്ങൾ സമസ്തയിൽ നിൽക്കുന്ന ആളുകൾ ഇനി ഷജറകൾ തന്നെ ഉള്ളിൽ എന്തേക്കാരെ കേൾക്കുമ്പോ ജിഫ്രിത്തങ്ങൾ ഇപ്പോ മനുഷ്യന്മാരാണ്. ജിഫ്രിത്തങ്ങളെ മരിച്ചു എന്ന് കഴിയുക. ജിഫ്രിത്തങ്ങൾ മരിച്ചു ഇല്ലെങ്കിൽ ജിഫ്രിത്തങ്ങൾ ഇന്നാള് പറഞ്ഞാൽ ഇന്നോട് ഒഴിവാക്കിയിട്ട് ആയാലും വേണ്ടില്ല, ഇത് അല്ലൽ കൊണ്ടോണം എന്നല്ലേ ജിഫ്രിത്തങ്ങൾക്കാണ് തോന്നി. മൂപ്പർക്കും രാജ്യക്കളും തോന്നിയുണ്ട്. പിന്നെ സമസ്ത വഹാബികളെ പിടിയില്ല. ഇത് പ്രസംഗിച്ചു ആ മുത്തേടക്കാരൻ വൃത്തിയട്ടവൻ മറുപടി വരാൻ നാവ് പൊക്കിയ മരങ്ങളാര് ജിഫ്രിതങ്ങളെ പച്ചക്കളിയാക്കില്ലേ ഓന് സലാമിനെ കൊള്ള ചോദിക്കണ്. സമസ്തന്റെ എന്ന് പറഞ്ഞുള്ള കോഴിക്കോടില്ല SKSFന്റെ സ്ഥാപനത്തില് ജോലി ചെയ്യണ ഒരുത്തൻ ജിഫ്രിതങ്ങള് സുന്നത്യമാത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ അന്തം വിട്ടുപോയി എന്ന് പറഞ്ഞിട്ട് ജിഫ്രിതങ്ങളെ ട്രോളിയില്ലേ ആ പ്രസംഗല്ലേ ഇവിടെ? ജിഫ്രിതങ്ങളെ പച്ചക്ക് ട്രോളിയിട്ട് ജിഫ്രിതങ്ങള് പിന്നെ സുന്നത്യമാത്തിന്റെ വിഷയം പറയാൻ അർഹനല്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ആ ക്ലിപ്പ് കേട്ടിട്ടില്ലേ? അങ്ങനെ എത്ര SNEC കൊടും വിഷാന്ന് പറഞ്ഞില്ലേ? കൊട്ടി കോശിക്കുണ്ടല്ലോ SNEC കുറിച്ചിട്ട്. അത് മഹാവിഷയക്കാർ അതിന്റെ പ്രോഡക്റ്റുകൾ പുറത്തിറങ്ങുമ്പോൾ അറിയാന്ന് പറഞ്ഞാൽ ഷജറകളായ ആളുകൾ എന്താ ചിന്തിക്ക? മറ്റുള്ളത് പോട്ടെ, കെട്ടിമറിഞ്ഞ് കൂടുതലൊന്നുണ്ടാവില്ല. അതന്നെ ചിന്തിച്ചൂടെ? മറുപടി രംഗളാരെ നാവോക്കെ അങ്ങനെ 101 കാര്യം പറയില്ല അങ്ങനെ. ആ നൂറെ അജ്മീറൊക്കെ എന്താ നൂറെ അജ്മീറ സോറി പഠിച്ചോനാ വലിയ വയസ്സ് എന്താ അല്ലെ നൂറെ ഹബീബ് ദത്താണ് സമുദായത്തിന് മാനഹാരിന്റെ അങ്ങേയറ്റത്ത്. ഈ സത്താർ പന്തല്ലൂരൊക്കെ എമ്പാടും പറഞ്ഞ ആള് ഇപ്പൊ എന്തേ ഉണ്ടാത്തത്? അതതിന്റെ മൂർത്തി ഇളകിക്കുക. ഷജറകളെ വലിയ നേതാവ് പിന്നെ കബീർ അൻവലി നാട്ടുകയിൽ അടക്കമുള്ളൂ. ആർക്കും ചോദ്യം ഉന്നയിക്കാൻ പറ്റുമോ? കൊടുത്തീനല്ല കത്ത് എന്തേ ആയി? ഒക്കെ നമുക്കും ചോദിക്കാനോ? ഇതിനൊന്നും നടപടിയിട്ടില്ല. ഇതൊന്നും ആരും കേൾക്കാനിട്ടാ. ഇക്കാലത്തിൽ പാണക്കാട്ട് തങ്ങന്മാർക്കെതിരെ ജാമ്യയിലെ കുട്ടികളൊക്കെ ഒന്നും ശൂന്യല്ല എന്ന് പറഞ്ഞവരെ എന്തൊക്കെ വിളിച്ചു പറഞ്ഞു? ആരെങ്കിലും മറുപടി പറഞ്ഞു? ഇതാ അമ്പലക്കടവ്, സാക്ഷാൽ അമ്പലക്കടവ് പറഞ്ഞ കേട്ടോളി ആ പരിപാടിനെ പറ്റിയിട്ട്. ആ പരിപാടിയിൽ അത് പെരിന്തൽമണ്ണ പരിപാടിയില് റഫീഖ് ഫൈസി മറുപടി പറയേണ്ടതിനാ? റഫീഖ് ഫൈസിക്ക് ഉളുപ്പിന്റെ അംശം ഉണ്ടെങ്കിൽ മറുപടി പറയേണ്ടതിനാ? ഞങ്ങൾ ഉസ്താദുമാരോട് പറഞ്ഞു ഏത് ഈ വിഷയം, ആ ജാമ്യയിലെ വിഷയം തന്നെ, ചെറിയ ക്ലിപ്പ് കണ്ടാ മതി. ജാമ്യയിലെ അസ്കർ അലി ഫൈസിനെ പുറത്താക്കിയ വിഷയം തന്നെ ഞങ്ങൾ ഉസ്താദുമാരോട് പിന്നെ പരാതി പറഞ്ഞു. പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കാൻ ഉസ്താദുമാർ പറഞ്ഞു. എന്നിട്ടും പിന്നെ ഒരുപാട് മഹത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ച പരിത്യാഗിയായ മഹാനായ തൃപ്പഞ്ചി ഉസ്താദിനെ പോലത്തെ
മറ്റു ദുന്യാവിന്റെ കാര്യങ്ങളിലൊന്നും പോവാത്ത, ഇനി സമസ്തം എന്ന മറ്റു പരിപാടിക്കൊന്നും പോവാത്ത ആ മഹാനൊക്കെ സമ്മേളനത്തിന് പോയ ജാമിയ. അബുൽ അബ്ബാസ് ഖിദ്ർ അലൈഹി സ്വലാം ആമീൻ പറയും, പാണക്കാട്ട് കുട്ടി ദ്വാരക്കും അങ്ങോട്ട് പോയിക്കോളി എന്ന് പറഞ്ഞ് ആ ജാമിയ. മഹാന്മാരെ ഒരു നീണ്ട നിര, ബാഫക്കി തങ്ങള്, പൂക്കോയത്തങ്ങൾ, ചാപ്പനാടി, ഇങ്ങാടി ഉസ്താദ്, പിന്നെ കണ്യാലപ്പാപ്പ, കാളമ്പാടി ഉസ്താദ്, കോയക്കുട്ടി ഉസ്താദ്, ഈ കണ്ട എണ്ണിയ തീരോശാബ്ദങ്ങൾ, ഐതരശാബ്ദങ്ങൾ, എങ്ങനെ കൂട്ടുമല ഉസ്താദ്, കണ്ണിയത്ത് ഉസ്താദ്, എത്ര ഈ കണ്ട മഹാന്മാരെ മുഴുവൻ പാദം പതിഞ്ഞ് അത്രയും വിശുദ്ധി കുടികളുള്ള ജാമ്യ. ആ ജാമ്യക്കെതിരെ ഒരു പരിഭവം ഉണ്ടെങ്കിൽ നേതാക്കളോട് പറഞ്ഞാൽ മതിയല്ല. ആ സാമാന്യ എല്ലാരും ലോജിക്കൽ ചെയ്യുന്ന പരിപാടി എന്നിട്ട് പറഞ്ഞു. ഒരു നേതാക്കന്മാർ ഉറപ്പും കൊടുത്തുല്ലോ. അമ്പലക്കടവ് പറയാ പറഞ്ഞു, ഉറപ്പും കൊടുത്തു. എന്നിട്ട് പിന്നെ എന്തേ സ്വന്തം നേതാക്കൾ അമ്പലക്കടവ് വിശ്വാസല്ലേ, സത്താറിന് വിശ്വാസല്ലേ, OP അസറഫിന് വിശ്വാസല്ലേ, വോയിസിലോ റഫീഖ് ഫൈസിയെ മണ്ണാർക്കാട് മേഖലാ SKSFന്റെ മണങ്ങം പ്രസിഡന്റ് വോയിസിന് ബിൽക്കെതിരെ ചോദിക്കണം അമ്പലക്കടവിനോട്. നേതാക്കന്മാർ ഉറപ്പ് വന്നിട്ടും പിന്നെ എന്തേ പെരിന്തൽമണ്ണ പാടത്ത് നിന്ന് പേക്കറോൻ കൈതക്കാമൻ കരഞ്ഞു തീർത്ത് പോയി ഇവന്മാരോടെ ചോദിക്കണ്ടേ? ആ ചോദ്യം വോയിസ് ഇട്ടിട്ട് ഉളുപ്പുണ്ടെങ്കിൽ റഫീഖ് ഫൈസി ചെയ്യേണ്ട എന്താരോ, ചോദിക്കമ്പലക്കടവിനോട് നേതാക്കന്മാർ തീരുമാനം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടും പിന്നെ എന്തിനെ പാടത്ത് വേദി കെട്ടി മഹത്തായ ജാമ്യക്കെതിരെ പൊലമ്പാൻ പോയിന്ന് അമ്പലക്കടവിനോട് ചോദിക്ക്. റഹ്മത്തുള്ള മുത്തേടടക്കമുള്ള പല ഏഭ്യരും ഒപ്പം തന്നെ പാണക്കാട് തങ്ങളെ കാളിയാൻ പറ്റില്ല എന്ന് പ്രസംഗിച്ച മുക്കം വരെയുള്ള ആളുകളെ നെറികേടുകൾ എന്റെ ഇപ്പോഴും പലരും പേർന്ന് ചോദിക്ക് വോയിസില്. എന്നിട്ട് വാ സമർ സാഹിബിനെതിരെ